നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. സിറിയയിലെ നയതന്ത്ര കാര്യാലയ ആക്രമണത്തിന് പ്രതികാരമായി 48 മണിക്കൂറിനുള്ളിൽ ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാൻ ഇറാൻ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട്. ഇറാൻ ആക്രമിക്കുമെന്ന അഭ്യൂഹം ശക്തമായിരിക്കെ ആക്രമണമുണ്ടായാൽ പ്രതിരോധിക്കാനും പ്രത്യാക്രമണം നടത്താനും തങ്ങൾ തയ്യാറാണെന്ന് ഇസ്രായേലും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ ഇസ്രായേലിനെ നേരിട്ട് ആക്രമിച്ചേക്കുമെന്ന ഭീഷണി നിലനിൽക്കെ ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ച് US. ഇറാൻ ജയിക്കാനാവില്ലെന്ന് മുന്നറിയിപ്പ് നൽകിയ US പ്രസിഡന്റ് ജോ ബൈഡൻ ആക്രമണവുമായി മുന്നോട്ട് പോകരുതെന്ന് ഇറാന് താക്കീത് നൽകി. ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഇസ്രായേലിന് ശക്തമായ പിന്തുണ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തിൻ്റെ ഭരണഘടനയാണ് BJPക്ക് എല്ലാമെന്നും അംബേദ്കർക്ക് പോലും ഭരണഘടനയെ ഇല്ലാതാക്കാൻ കഴിയില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിലൂടെ കോൺഗ്രസാണ് ഭരണഘടനയെ തകർക്കാൻ ശ്രമിച്ചതെന്നും മോദി പറഞ്ഞു. മഹാരാഷ്ട്രയിലെ നാഗ്പൂർ ജില്ലയിലെ വിദർഭയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക പരിഷ്കർത്താക്കൾ പകർന്നു തന്ന ആശയങ്ങളും മോദിയും RSSും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ആശയങ്ങളും തമ്മിലുള്ള സംഘട്ടനമാണ് രാജ്യത്ത് ഇപ്പോൾ നടക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. ഇനിയും തെരഞ്ഞെടുക്കപ്പെട്ടാൽ മോദി സർക്കാർ ഇന്ത്യയുടെ ഭരണഘടന തന്നെ മാറ്റിക്കളയുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. മുസ്ലിം ലീഗാണ് ഇന്ത്യ പാക് വിഭജനത്തിന് കാരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസ് പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ വിഭജനത്തിന് കാരണക്കാരായ മുസ്ലിം ലീഗിൻ്റെ സ്റ്റാമ്പ് ഉണ്ടെന്നും മോദി പറഞ്ഞു. രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പരാമർശം. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൗദി അറേബ്യ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിനായുള്ള ദയാധനമായ 34 കോടി രൂപ സമാഹരിച്ചു. 18 വർഷമായി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കാനായി സമാഹരിച്ച തുക ഇന്ത്യൻ എംബസി വഴി സൗദി കുടുംബത്തിന് നൽകും. 2006-ലാണ് അബ്ദുൾ റഹീമിൻ്റെ മനഃപൂർവ്വമല്ലാത്ത കൈപ്പിഴവ് മൂലം സൗദി സ്വദേശിയായ 15-കാരൻ മരിച്ചത്. വെറുപ്പിൻ്റെ പ്രചാരകർ നാടിനെതിരെ നുണക്കഥകൾ ചമയുമ്പോൾ മാനവികതയുടെയും മനുഷ്യസ്നേഹത്തിൻ്റെയും ഗാഥയിലൂടെ പ്രതിരോധം ഉയർത്തുകയാണ് മലയാളികളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് 18 വർഷമായി സൗദി അറേബ്യയിൽ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി MP അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിനായി മുഴുവൻ തുകയും സമാഹരിച്ചതിൽ പ്രശംസയുമായി എത്തിയതാണ് മുഖ്യമന്ത്രി. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറിയെന്നും വർഗീയതയ്ക്ക് തകർക്കാനാവാത്ത സാഹോദര്യത്തിൻ്റെ കോട്ടയാണ് കേരളമെന്നും അടിയുറച്ച പ്രഖ്യാപനമാണിതെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പേജിൽ കുറിച്ചു. തോമസ് ഐസക്കിനെതിരായ EDയുടെ അപ്പീൽ ഹർജി കോടതിയുടെ അടിയന്തര ഇടപെടലില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം മസാല ബോണ്ട് കേസ് അപ്പീലിൽ വാദം കേൾക്കാമെന്ന് ഹൈക്കോടതി അറിയിച്ചു. തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്താൽ മതിയെന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണമെന്നായിരുന്നു EDയുടെ ആവശ്യം. ED വിവരങ്ങൾ ഹൈക്കോടതിക്ക് കൈമാറിയത് സീൽഡ് കവറിലാണ്. എന്നിട്ടും കവറിലെ വിവരങ്ങൾ എങ്ങനെ ചോർന്നുവെന്നും തോമസ് ഐസക് ചോദിച്ചു. ഏപ്രിൽ 15-ന് കുന്നംകുളം ചെറുവത്തൂർ ഗ്രൗണ്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ, സ്വകാര്യ ഹെലികോപ്റ്ററുകൾ, മൈക്രോ ലൈറ്റ് എയർക്രാഫ്റ്റുകൾ, ഹാങ് ഗൈഡുകൾ, റിമോട്ട് ഉപയോഗിച്ചുള്ള ഇലക്ട്രോണിക് കളിവസ്തുക്കൾ, ഹെലികാം തുടങ്ങിയവ താൽക്കാലികമായി നിരോധിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ ഉത്തരവിറക്കി. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലും കുന്നംകുളം മുനിസിപ്പാലിറ്റി, കണ്ടാണശ്ശേരി, ചുണ്ടൽ എന്നീ ഗ്രാമപഞ്ചായത്തുകളിലും സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായി പോലീസിൻ്റെ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിലെ BJPയുടെ താരപ്രചാരകനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തിളങ്ങി നിൽക്കുകയാണെന്ന് MMSN. ദേശീയ തലത്തിൽ മോദിയും BJPയും വർഗീയ പ്രചാരണം നടത്തുന്നതിനേക്കാൾ 10 മടങ്ങാണ് പിണറായി നടത്തുന്നത്. നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കേരളത്തിലേക്ക് വന്നില്ലേലും കുഴപ്പമില്ല. അദ്ദേഹത്തിന് പറയാനുള്ളതാണ് പിണറായി വിജയൻ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അസൻ അഭിപ്രായപ്പെട്ടു. അനിൽ ആന്റണി സൂപ്പർ ദല്ലാളാണെന്നും അനിൽ ആന്റണി കള്ള ഒപ്പിട്ട് അനിൽ അംബാനിയുടെ പേരിൽ CBI ഡയറക്ടറുടെ വീട്ടിൽ കയറിയിരുന്നുവെന്നും നീര റാഡിയ ടാപ്പിൽ ഇതിന് തെളിവുണ്ടെന്നും TG നന്ദകുമാർ. ചൊവ്വാഴ്ച മുതൽ താൻ ഉന്നയിച്ച ആരോപണങ്ങൾ സ്ഥാപിക്കാൻ തെളിവുകൾ പുറത്തുവിടുമെന്നും നന്ദകുമാർ പറഞ്ഞു. സുരേഷ് ഗോപിക്ക് പിന്തുണ പ്രഖ്യാപിച്ചെന്ന പ്രചാരണം വാസ്തവവിരുദ്ധമാണെന്ന് തൃശൂർ മേയർ MK വർഗീസ്. വികസനത്തിന് സാമ്പത്തികം ആര് തന്നാലും സ്വീകരിക്കുമെന്നും താനെപ്പോഴും LDFനൊപ്പമാണെന്നും ഇടതുപക്ഷത്തിന് ദോഷമായിട്ട് ഒന്നും ചെയ്യില്ലെന്നും MK വർഗീസ് കൂട്ടിച്ചേർത്തു. പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയവരെല്ലാം ഇന്ന് കോളേജിൽ ഹാജരാകണമെന്ന് CBI. സിദ്ധാർത്ഥൻ്റെ മരണം സംബന്ധിച്ച കേസ് അന്വേഷിക്കുന്ന CBI സംഘത്തിലെ ഫോറൻസിക് സംഘമടക്കം മുഴുവൻ പേരും ഇന്ന് വയനാട്ടിലെത്തും. ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാകും കേസിലെ തുടരന്വേഷണം.
ചരിത്രപ്രസിദ്ധമായ തൃശ്ശൂർ പൂരത്തിന് ഇന്ന് കൊടിയേറും. തിരുവമ്പാടിയിലും പാറമേക്കാവിലും തുടങ്ങിയ ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറുന്നതോടെ നാടാകെ പൂരത്തിൻ്റെ ആവേശക്കൊടിമുടിയിലാകും. 17-നാണ് സാമ്പിൾ വെടിക്കെട്ട്, 19-നാണ് തൃശ്ശൂർ പൂരം. കൊടുംചൂടിന് ആശ്വാസമായി കേരളത്തിൽ വേനൽ മഴ ലഭിച്ചു. ഇന്നലെ മെച്ചപ്പെട്ട മഴ ലഭിച്ച കേരളത്തിന് ഇന്നും അടുത്ത ദിവസങ്ങളിലുമായി കാര്യമായ തോതിൽ മഴ പ്രതീക്ഷിക്കാമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം. കാലാവസ്ഥാ വകുപ്പിൻ്റെ അറിയിപ്പ് പ്രകാരം ഈ മാസം 15-ാം തീയതി വരെ കേരളത്തിൽ വിവിധ ജില്ലകളിൽ മഴ ലഭിക്കുമെന്ന് ഉറപ്പാണ്. കോതമംഗലം കോട്ടപ്പടിയിൽ കിണറ്റിൽ വീണ കാട്ടാനയെ രക്ഷപ്പെടുത്തി കാട്ടിലേക്ക് അയച്ചു. മാന്തി യന്ത്രം ഉപയോഗിച്ച് കിണറിൽ ഇടിച്ച് പുറത്തെത്തിച്ച കാട്ടാനയെ വനം വകുപ്പ് സംഘം കാട്ടിലേക്ക് തുരത്തി. 15 മണിക്കൂർ നേരമാണ് ആന കിണറ്റിനുള്ളിൽ കിടന്നത്. അതേസമയം ആനയെ മയക്കുവെടിവെച്ച് പിടികൂടാത്തതിൽ പ്രദേശത്ത് നാട്ടുകാർ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.